നിന്റെ അമ്മയ്ക്ക് പിശുക്കറിഞ്ഞുകൂടാ. അവരുടെ കുടുംബക്കാർ കൃഷിയും കളവും ഒക്കെ ഉണ്ടായിരുന്നവരാ. ആനയും കുതിരയും ഉണ്ടായിരുന്നു അമ്മച്ചി. മതി മതി, അപ്പനും മോളും കൂടെ കളിയാക്കിയത്. ഇതോടെ കൂട്ടി നിറച്ചുണ്ടാകും. വേണ്ട, മതിയായി. ഇത് കൊള്ളാം, ഉണ്ണുന്നതിന് മുമ്പ് മതി പോലും. ദിവസം കഴിയുന്തോറും ചോറ് വേണ്ടാതെ വരികയാണല്ലോ. മോളെ, ഇതെല്ലാം അങ്ങ് എടുത്തോണ്ടു. നാളെ ശമ്പളം കിട്ടത്തില്ലേ? നാളെ കിട്ടിയേക്കും. കടയിൽ നാള് വന്നു. ഒരു 10-40 രൂപ അവർക്ക് കൊടുക്കാൻ കാണും. നാളെ കൊടുക്കാം. ഓ, കിട്ടുന്നതെല്ലാം കടം വീട്ടാനല്ല ഉള്ളു. നാളത്തേക്കൊന്നൊരു വിചാരമില്ലല്ലോ. നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലില്ലല്ലോ. വേദപുസ്തകത്തിൽ എന്താ പറയുന്നത്? ആകാശത്തിലെ പറവകളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല. അതിന് മനുഷ്യൻ ആകാശത്തിലെ പറവയല്ലല്ലോ. ഈ മനുഷ്യൻ ഒരു പാവപ്പെട്ട ഗ്രാൻഡ് സ്കൂൾ വാദ്യരാണ്. പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ അപ്പനുമാണ്. ആ വിചാരം വേണം. റാഹേലേ, റാഹേലേ. ആരാ? തങ്കച്ചന്റെ അമ്മച്ചിയാ. എന്താ ഏട്ടത്തി? ഓ, ഞാൻ ചുമ്മാ വന്നതാ. അത്താഴമൊക്കെ കഴിഞ്ഞു. ഓഹോ, ഞാൻ ചിലതെല്ലാം കേട്ടല്ലോ റാഹേലേ. എന്തോന്നാ ഏട്ടത്തി? തങ്കച്ചനെയും തങ്കമ്മയും പറ്റി ആളുകൾ ഓരോന്ന് പറയുന്നുണ്ട്. 1-10 പറയുന്ന ആളുകളാ ചുറ്റും. ഇതാരാ തങ്കച്ചന്റെ അമ്മച്ചോട് പറഞ്ഞത്? പലരും പറഞ്ഞു. സാറിതൊന്നും അറിയണ്ട കേട്ടോ. അവൾ ഇപ്പോഴും കൊച്ചു കുഞ്ഞല്ലെന്ന് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് പറയാനാ വന്നത്. ഞാൻ പോട്ടെ. അയ്യോ അമ്മച്ചി, നാണിച്ചു പോയി. ഓരല്ലേ കളിക്കാതെ. കുറ്റമല്ല ചെറുക്കൻ ചീത്തയാവുന്നത്. അതെന്താ? തങ്കമ്മയെ കെട്ടിയാൽ അവൻ ചീത്തയാകുമോ? അവൻ നന്നാവുകയും കൊണ്ടടി. അതിനിവിടെ ആരാണ്ട് എതിര് പറഞ്ഞു. തങ്കമ്മ നല്ല കൊച്ച. പ്രായമാവട്ടെ, അപ്പൊ കെട്ടിച്ചു കൊടുക്കത്തില്ലയോ? തങ്കമ്മേ, തങ്കമ്മ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ആളുടെ എന്തൊക്കെയാണ് പറയണമെന്ന് അറിയാമോ? ആൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് നമുക്കെന്താ? ആ, അപ്പച്ചൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? എടാ മോനെ, നിനക്ക് തങ്കമ്മയെ തന്നെ കെട്ടണോ? അതെ അപ്പച്ച എന്ന് ഞാൻ. എടാ, നിനക്ക് അവളെ തന്നെ കെട്ടിച്ച് തരാമടാ എന്ന് അപ്പച്ചൻ. തങ്കച്ചന്റെ അമ്മച്ചി ഇന്നലെ ഒടുവിൽ അമ്മച്ചി സ്വകാര്യമായി സമ്മതിച്ചു. തങ്കമ്മയെ പോലെ നല്ലൊരു പെണ്ണ് ഈ ലോകത്തിലില്ലെന്ന്. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? വാ. മണപ്പുരയിൽ വെച്ചാണ് ഞാൻ 2 ജപ്പാൻകാരെ അടിച്ചു മലർത്തിയത്. അന്നു മുതൽ ബോംബ് കുഞ്ഞുവിൽ നിന്ന് കേട്ടാൽ ജപ്പാൻകാർ വിറയ്ക്കും. ഹലോ, ഞാനാണ് സാക്ഷാൽ ബോംബ് കുഞ്ഞുഞ്ഞ്. അതിന്റെ സായിപ്പിന് നമ്മളോട് വലിയ കാര്യം. പിന്നെ ഒരു രഹസ്യമുണ്ട്. ഈ മാതാമപ്പം പിള്ളേർക്കെല്ലാം ഈ ബോംബ് കുഞ്ഞുഞ്ഞെന്ന് കേട്ടാൽ അവലോസുണ്ട പോലെയാണ്. അവലോസുണ്ട പോലെ. ഈ വിവരം സായി പറഞ്ഞു. അവധി തന്നു. ഉടൻ നാട്ടിൽ ചെന്ന് കല്യാണം കഴിച്ചോളാൻ മെമ്മോ. ഇത്രയുമാണ് ബോംബ് കുഞ്ഞുഞ്ഞന്റെ ജീവചരിത്രം. മുതലാളി, നമ്മുടെ ആനക്കുഴി പൊന്നമ്മിപ്പ് എവിടെയാണ്? അതിരിക്കട്ടെ, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചവിട്ടുനാടൻ കളിക്കാൻ പോയെന്നാണോ മുതലാളി വിചാരിച്ചത്? അല്ലപ്പ, നമ്മളൊരു വിവരം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാ. നിങ്ങൾ പിണങ്ങല്ലേ? എന്നാ കുറച്ച് വെടിവെച്ച് തകർത്തവനാണ് ഈ കുഞ്ഞുഞ്ഞെന്ന് വിചാരിച്ചു. ഈ പാട് കണ്ടോ? കണ്ടോ? ഇത് ഡമാൽപൂരിൽ വെച്ച് ഒരു ബോംബ് കയ്യിലിരുന്ന് അങ്ങ് പൊട്ടും. ബോംബ് ഒന്ന് കയ്യിലിരുന്ന് പൊട്ടുകയില്ലെന്നേ. ഇവനാരടോ? ഓ, മൈസറിട്ടായിരിക്കും ഉത്തരവ്.
ശൈലിക്കായ അല്ല ഇതാരാണ് നമ്മുടെ സുബ്രഹ്മണ്യം പോലീസാറാ? സാറ് തന്നെ. ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. കൽക്കട്ടയിലാണോ ബോംബെയിലാണോ പൂനെയിലാണോ ഡൽഹിയിലാണോ നിശ്ചയമില്ല. അവന്റെ ആർട്ട് വീലറാണെന്ന് നോക്കിക്കേ. ബോംബെ സൈക്കിൾ ഞാനിട്ടു. പോറ്റി സാറേ, ഒരു കാര്യം ചെയ്യാം. നീര് വീഴുന്നതിന് മുമ്പ് നമുക്കൊരു ചൂട് ചായ അടിക്കാം. വന്നാട്ടെ. ഞാൻ പറഞ്ഞോ? വേണ്ട. എടാ മമ്മൂഞ്ഞ എനിക്കൊരു ബോധമില്ല. ഞാൻ ഇപ്പൊ കട്ടിലാണോ താഴത്താണോ? ഇല്ല, നീ ഇപ്പൊ ആനപ്പുറത്താണ്. അല്ല, അതെ, അതാണൊരു നിനക്ക് നമ്മൾ ബോധം വരുത്തി തരണം. സതീഷ, ആ തീ ഇത്തിരി എടുത്തുകൊണ്ട് വാ മോളെ. ഇവനിത്തിരി ബോധം വരുത്തണമല്ല. വേഗം തീ കൊണ്ടുവാ മോളെ, വേഗം തീ കൊണ്ടുവാ. ഇതേവാ പറ്റി എപ്പോ നോക്കിയാലും ഒരു സൈക്കിളിലാണ്. ബോധം വന്നോടാ, ബോധം വന്നാടാ. വേഗം സൈക്കിൾ കൊണ്ട് കടയിൽ പോ, വേഗം കടയിൽ പോ. ഇനി നമ്മളോട് ചോദിക്കാണ്ട് സൈക്കിൾ എടുത്താലുണ്ടല്ലോ. ആ മോളെ തീ പിടി. കിരിക്കണം. ഒരു കുത്തുന്നാലുണ്ടല്ലോ. നിനക്ക് ചായ വേണോ? അപ്പോ ചതിക്കല്ലേ. ഒരു ചായ കുടിക്കാൻ കൊതിയാണോ കതീശ? വീട്ടിൽ ചായ ഉണ്ട്. അപ്പൊ നമ്മളെ പറ്റി വിചാരമുണ്ട്. അപ്പൊ പണത്തിന്റെ കാര്യം? എന്റെ പണമില്ല. താങ്ക് യു. ഗുഡ് നൈറ്റ്. ആണുള്ള പുട്ടും കടലും എല്ലാം തിന്നിട്ട് ഭക്ഷണവും കഴിച്ചു പോയല്ലോ. എപ്പോഴായി ഇനിയിപ്പൊ ഞാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, തിന്നതിന് പണം വെച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി. അയ്യോ, അത് വളരെ കഷ്ടിയാണ്. കഷ്ടമാണെങ്കിൽ പോകാൻ പറ്റിയില്ലെന്ന് മാത്രം. വല്ല സ്വൈരവും തരുമോ? അല്പം എവിടെയെങ്കിലും ശാന്തമായി തനിച്ചൊന്നിരിക്കാമെന്ന് വിചാരിച്ചാൽ. സമ്മതിക്കില്ല. ഇവിടെ നമുക്ക് രണ്ടാൾക്കും ഒന്നുപോലെയാ. ഓഹോ, ഇവിടെ അങ്ങനെ തനിച്ചിരിക്കാൻ ഒക്കില്ല. വേണമെങ്കിൽ രണ്ടാൾക്കും ഒന്നിച്ചിരുന്ന് സ്വപ്നം കാണും. ഞാൻ 2 ചാമ്പയ്ക്ക പറിക്കട്ടെ. കൊച്ചി, നീ നോക്കി നോക്കി ആ ചാമ്പവരം ഉണക്കിക്കളയണ്ട. ആർക്കാണ് കൊതിയെന്ന് അറിയാമല്ലോ. ഇത് കണ്ടോ? ഇതെന്താണെന്ന് പറഞ്ഞാൽ തരാം. പറയട്ടെ? പറയുമേ.